വിശദാംശങ്ങളിലേക്ക്. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ്. അടുത്ത ചൊവ്വാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. വിവരങ്ങളുമായി എബി തോമസ് ചേരുന്നു. എബി, ഇ ഡിയുടെ നീക്കങ്ങളെ ഭയപ്പെടുന്നില്ല എന്ന് തോമസ് ഐസക് പല ആവർത്തി വ്യക്തമാക്കുമ്പോഴാണ് വീണ്ടും ഇ ഡിയുടെ നോട്ടീസ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജി, ഇ ഡി തോമസ് ഐസക്കിന് എന്തായാലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് ഇ ഡിയുടെ നിലപാട് അതാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇ ഡി ഇപ്പോൾ തോമസ് ഐസക്കിന് വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ചയാണ് ഐസക്കിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ദിവസം എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന നിർദ്ദേശം കൂടി ഇ ഡി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്ക് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഐസക് ആ ഹർജിയിൽ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു നോട്ടീസുമായി ഇ ഡി രംഗത്ത് വരുന്നത്. കഴിഞ്ഞിടയ്ക്ക് കിഫ്ബിയും ഇത് സമാനമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതി സമീപിച്ചിരുന്നു. ഇ ഡി ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത്. ആവശ്യമുള്ള രേഖകളെല്ലാം തന്നെ നേരത്തെ തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ നടപടിയും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് കിഫ്ബിയും ചൂണ്ടിക്കാണിച്ചിരുന്നത്. കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ആ സമയം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കോടതി ആ വിഷയത്തിൽ കോടതി പറഞ്ഞൊരു കാര്യം, എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്, തെറ്റുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഐസക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതി സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഐസക്കിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിലവിൽ നിൽക്കുന്നുമുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇ ഡിയുടെ നോട്ടീസ് വരുന്ന സാഹചര്യത്തിൽ ഐസക്ക് പറഞ്ഞ ഒരു കാര്യം, ഐസക്ക് പ്രതികരണം ഇത്തരത്തിലായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു സമിതി തീരുമാനം മാത്രമാണ്, അല്ലാതെ ധനമന്ത്രി ഒറ്റയ്ക്ക് എടുത്തൊരു തീരുമാനമല്ല ഇത്. അതിൽ കൃത്യമായ രീതിയിലുള്ള രേഖകളെല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തെങ്കിലും തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർ ചൂണ്ടിക്കാണിക്കട്ടെ, അതിനുശേഷം എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കട്ടെ. അതായത് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഹാജരാകും. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകേണ്ട കാര്യം തനിക്കില്ല എന്നുള്ള പ്രതികരണമാണ് തോമസ് ഐസക് അന്നത്തെ ദിവസം നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ മുന്നിലുള്ളപ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ഇ ഡിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അന്നും ഐസക് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടമൊക്കെയാണ് വരുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും എന്നുള്ള പ്രതികരണം കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. എന്തായാലും ചൊവ്വാഴ്ച ഐസക്കിനോട് ഹാജരാകണമെന്നാണ് ഇ ഡി ഇപ്പോൾ നൽകിയിരിക്കുന്ന നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധം, അതായത് മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകൾ ഹാജരാക്കണമെന്ന നിർദ്ദേശം കൂടി ഈ നോട്ടീസിൽ ആവശ്യപ്പെടുന്നു, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫിജി. ശരി എബി.